വെൽക്കം ടു ഇലാൻ സ്റ്റെം അക്കാഡമി. 9ാം ക്ലാസ്സിലെ ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിൽ ബോയന്റ് ഫോഴ്സ്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, ദെൻ ഹൗ ടു ബാലൻസ് ആൻ ഒബ്ജക്റ്റ് എന്നിങ്ങനെ കുറച്ച് കോൺസെപ്റ്റ്സ് പഠിക്കാനുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പഠിക്കുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് വളരെ ബേസിക് ആയിട്ടുണ്ടായിരിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നുള്ളത്. ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന കോൺസെപ്റ്റ് പഠിക്കാനായിട്ട് നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് ഇവിടെ അവൈലബിൾ ആണ്. ഈ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്താണെന്നും അതിൻ്റെ അപ്ലിക്കേഷൻസ് എന്താണെന്നും അതിൻ്റെ റിലവൻസ് എവിടെയാണെന്നും റിയൽ ലൈഫിൽ നമ്മൾ ഇതൊക്കെ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് ടൂൾസ് ആൻഡ് എയ്ഡ്സ് ആണ് ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. സോ ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു സ്കെയില് 15 സെൻറ്റിമീറ്റർ സ്കെയിലാണ്. ഈ സ്കെയില് നമ്മൾ ഫിംഗർ ടിപ്പിൽ ബാലൻസ് ചെയ്യണം. അതാണ് ഫസ്റ്റ് ടാസ്ക്. വി ഹാവ് ടു ബാലൻസ് ദി സ്കെയിൽ ഓൺ അവർ ഫിംഗർ ടിപ്പ്. സോ എക്സാക്ട്ലി നമ്മളിവിടെ 7.5 സെൻറ്റിമീറ്ററിലായിരിക്കും നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുക. നമ്മൾ ഇങ്ങോട്ടേക്ക് സപ്പോസ് 10ലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. 5ലേക്ക് വെച്ച് കഴിഞ്ഞാലും ബാലൻസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേറെ എവിടെ വെച്ച് കഴിഞ്ഞാലും ബാലൻസ് ചെയ്യാൻ പറ്റില്ല. എക്സാക്ട്ലി 7.5ൽ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ബാലൻസ് ചെയ്യിക്കാൻ പറ്റും. അതിന് കാരണം അതാണ് അതിൻ്റെ സെൻറ്റർ പോയിൻറ്റ്. 15 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത്. അതിൻ്റെ സെൻറ്റർ പോയിൻറ്റ് 7.5 ആണ്. അപ്പോൾ നമ്മൾ ആ സെൻറ്റർ പോയിൻറ്റിലാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. ഇനി ക്ലേ എടുത്ത് നമ്മൾ ഈ സ്കെയിലിൻ്റെ ഒരു എൻഡിലേക്ക്, ഞാനിവിടെ 15 സെൻറ്റിമീറ്റർ എൻഡിലേക്ക് അവിടെ പേസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. നൗ വി ഹാവ് ടു ബാലൻസ് ദിസ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ 7.5ൽ ബാലൻസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം അതവിടെ വീണ് പോകും, ബാലൻസ് ചെയ്യില്ല ഒരിക്കലും. നമ്മൾ വെയിറ്റ് ആഡ് ചെയ്ത പോയിന്റിലേക്ക് നമുക്കിതിനെ കുറച്ചുകൂടെ അങ്ങോട്ടേക്ക് നീക്കിക്കൊണ്ട് പോകണം. അപ്പോൾ നമുക്കൊരു നേരത്തെ 7.5ലായിരുന്നു നമ്മൾ ബാലൻസ് ചെയ്തത്. ഇപ്പോൾ ഈ എൻഡിൽ വെയിറ്റ് ആഡ് ചെയ്തു. സോ സംതിങ് ഹാസ് മൂവ്ഡ് ഫ്രം 7.5 ടു 12. ആ ഷിഫ്റ്റ് ചെയ്ത ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. സോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഈസ് നോട്ട് എ ഫിക്സ്ഡ് പോയിന്റ്. അതെന്തല്ല ഒരു ഫിക്സ്ഡ് പോയിന്റ് അല്ല. അത് നമുക്ക് വെയിറ്റ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച്, വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് എന്ത് ചെയ്യും, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മാറി വരും. മൂവിങ് ടു സെക്കൻഡ് ആക്ടിവിറ്റി. ഇതൊരു പ്ലാസ്റ്റിക് ഒബ്ജക്റ്റാണ്, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഷേപ്പിലുള്ള ഒരു ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റിനെ ഫിംഗർ ടിപ്പിൽ ഇതിൻ്റെ ലോവർ സൈഡിൽ താഴെ ഭാഗത്ത് ഇതേപോലെ ബാലൻസ് ചെയ്യണം. അതാണ് നെക്സ്റ്റ് ടാസ്ക്. നമുക്കിവിടെ 3 പോയിന്റ് എടുക്കാം, എ, ബി, സി. ഈ 3 പോയിന്റിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയായിരിക്കും? ഒബ്വിയസ്ലി സിയിലായിരിക്കും. കാരണം ഈ ഒരു ഏരിയയിലാണ് അതിൻ്റെ മാസ് കൂടുതലായിട്ടുള്ളത്. നമ്മൾ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന പോയിന്റ് ഇവിടെയാണ്. സോ ലെറ്റ്സ് കോൾ ഇറ്റ് ആസ് ബേസ് പോയിന്റ്. നമ്മൾ നേരത്തെ സ്കെയിലിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു 7.5ലായിരുന്നു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. നമ്മൾ ബാലൻസ് ചെയ്തത് എവിടെയാണ്? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി 7.5ലാണ്. സോ ബേസ് പോയിന്റും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും ഒരേ ലൈനിലൂടെയാണ് അത് പാസ് ചെയ്യുന്നത്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇപ്പോൾ ഇവിടെയാണ്. അത് ഈ ഒരു ലൈനിൽ ഈ ബേസ് പോയിന്റിൻ്റെ താഴെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ സിമ്പിളായിട്ട് ബാലൻസ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു വയറെടുത്തു, ദെൻ ഒരു നട്ട്. എന്നിട്ട് ഈ വയറെടുത്ത് ഇവിടെ ഒരു സ്ലിറ്റ് ഉണ്ട്, ചെറിയൊരു സ്ലിറ്റ്. ആ സ്ലിറ്റിലേക്ക് വയർ കൊണ്ടൊന്ന് കെട്ടിക്കൊടുക്കും. ബേസ് പോയിന്റിൻ്റെ ലൈനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈ കമ്പി വളച്ചു കൊടുത്തു. ഇനി നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. ക്ലിയർ ആയിട്ട് കാണാം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് കാണാം. അപ്പോൾ നമുക്ക് ഈ ബേസ് പോയിന്റും നമ്മളിങ്ങനെ ഒരു ലൈൻ അസ്യൂം ചെയ്താൽ ഈ ബേസ് പോയിന്റ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ആയിരിക്കും കടന്നു പോകുന്നത്. ഈ പോയിന്റിൽ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെ ആയിരിക്കും? ഈ 3 ഒബ്ജക്റ്റും കൂടെ കൺസിഡർ ചെയ്താൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ഹെവിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഏതാണ്? നെറ്റാണ്. അപ്പോൾ ഒബ്വിയസ്ലി സംവേർ അറൗണ്ട് ദി നെറ്റ്, ആ ഒരു ഏരിയയിലായിരിക്കും എന്ത്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അപ്പോൾ നമുക്കിങ്ങനെ എടുത്തു നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ലൈന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ ആയിരിക്കും പാസ് ചെയ്ത് പോവുക. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ട്വിസ്റ്റ് ചെയ്ത് നോക്കാം. സൈഡിലേക്കൊക്കെ നീക്കി പോയി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റുമ്പോൾ ഇപ്പോഴും അതെന്ത് ചെയ്യും, ഈ നട്ട് അലൈൻ ചെയ്ത് നിൽക്കും. സോ ദാറ്റ് ഇറ്റ് ഗെറ്റ്സ് ബാലൻസ്ഡ്. ഈ ഒരു സ്റ്റാൻഡിൽ ഒരു പെൻസിലുണ്ട്, പെൻസിൽ എടുത്തിട്ട് അതിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഈ സ്റ്റാൻഡ് നമുക്കൊന്ന് ബേസിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഒരു ഫോം പീസ് ഉണ്ട്. ഫോം പീസിൻ്റെ ഉള്ളിലേക്ക് സ്റ്റാൻഡ് നമ്മൾ അവിടെ ഫിക്സ് ചെയ്തു. ഇനി ഒരു
സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ഫോം പീസ് ഉണ്ട്. അതെടുത്തിട്ട് നമ്മളൊരു ടൂത്ത് പിക്ക് എടുക്കുക. എന്നിട്ട് എക്സാക്ട്ലി അതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്കിത് പിയേഴ്സ് ചെയ്ത് വെക്കണം. അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുക. അവർ ടാസ്ക് ഈസ് വി ഹാവ് ടു ബാലൻസ് ദിസ് ഒബ്ജക്റ്റ് ഓൺ ടോപ്പ് ഓഫ് ദിസ് പെൻസിൽ. ഇതേപോലെ ഈ പെൻസിലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്കിതിനെ ബാലൻസ് ചെയ്യിക്കണം. സോ അതിന് ഞാനിവിടെ ഉപയോഗിക്കുന്നത് 2 ഫോർക്ക് ഉണ്ട്. ഈ 2 ഫോർക്ക് എടുത്ത് ഇതിൻ്റെ 2 സൈഡിലും ഇതേപോലെ ഇൻസേർട്ട് ചെയ്ത് വെക്കുകയാണ്. 2 സൈഡിലേക്ക് ഇതേപോലെ ഇൻസേർട്ട് ചെയ്ത് വെച്ചു. ഇനി നമ്മളതിൻ്റെ മുകളിലേക്ക് വെച്ച് നോക്കാം. അപ്പോൾ കാണാം സിമ്പിളായിട്ട് അതവിടെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നതാണ്. നമുക്കിനി ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താലും അതവിടെ കംപ്ലീറ്റ്ലി സെൽഫായിട്ട് ബാലൻസ് ചെയ്ത് നിന്നോളും. 2 ഭാഗത്തേക്കും നമ്മൾ എന്താണ് വെയിറ്റ് ആഡ് ചെയ്യാണ് ചെയ്തത്. 2 ഭാഗത്തേക്കും സെയിം വെയിറ്റ് നമ്മൾ ആഡ് ചെയ്തു. നിങ്ങൾക്ക് ആഡ് ചെയ്ത സമയത്ത് കാണാം നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മളിത് ഫിക്സ് ചെയ്താൽ നമുക്കിതിനെ ബാലൻസ് ചെയ്യിക്കാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് താഴെ പോകും. കാരണം നമ്മളിവിടെ വെയിറ്റ് ആഡ് ചെയ്തപ്പോൾ സെയിം വെയിറ്റുള്ള ഒബ്ജക്റ്റാണ് നമ്മൾ 2 സൈഡിലേക്കും വെച്ചത്. പക്ഷേ ഇവിടെ നമ്മൾ ബേസ് പോയിന്റ് ഈ ഭാഗത്താണ്. ഈ ഫോർക്ക് ആഡ് ചെയ്തപ്പോൾ അത് മുകളിലേക്കാണ് സ്ലോപ്പ് ഉള്ളത്, അത് മുകൾ ഭാഗത്തേക്കാണ് ചെരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെ ആയിരിക്കും? കംപ്ലീറ്റ് ഒബ്ജക്റ്റ് എടുക്കുമ്പോൾ ബേസ് പോയിന്റിൻ്റെ മുകളിലായിരിക്കും. കാരണം കംപ്ലീറ്റ് മാസ് എവിടെയാണ്? ബേസ് പോയിന്റിൻ്റെ മുകളിലാണ്. അപ്പോൾ അവിടെ ആയിരിക്കും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ബാലൻസ് ചെയ്യിക്കാൻ പറ്റില്ല, അത് താഴെ പോകും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞു ബേസ് പോയിന്റിൻ്റെ താഴെ ആയിരിക്കണം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ഫോർക്ക് എടുത്തിട്ട് താഴെ ഭാഗത്തേക്ക് പോകേണ്ടത് ഇങ്ങോട്ടേക്ക് ചെരിഞ്ഞ് വെക്കുക 2 സൈഡിലും. എന്നിട്ട് നമ്മൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വളരെ സിമ്പിളായിട്ട് ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് കാണാം. അപ്പോൾ നമ്മളിവിടെ സംഭവിക്കുന്നത് 2 ഭാഗത്തേക്കും എന്ത് ചെയ്യാണ്? സെയിം വെയിറ്റ് ആഡ് ചെയ്തു. അപ്പോൾ ഒരു ഭാഗത്തേക്ക് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എത്രയാണുള്ളത് അതേപോലെ തന്നെ മറ്റേ ഭാഗത്തേക്കും വെയിറ്റ് വന്നു. അപ്പോൾ എവിടെയെങ്കിലും ഇംബാലൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? മറ്റേ സൈഡിലുള്ള ഒബ്ജക്റ്റ് അതിനെ ബാലൻസ് ചെയ്ത് 2 ഭാഗത്തേക്കും ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റും. ഈ ഒരു ആക്ടിവിറ്റി ചെയ്തതിലൂടെ നമ്മൾ പഠിച്ചെടുത്തത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നുള്ള ടേം, അതിൻ്റെ റിലവൻസ് എന്താണ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്താണ്, നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. വളരെ രസകരമായിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റിയിലൂടെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിയെടുത്തത്. താങ്ക് യു.